ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നോർമലി നോക്കുമ്പോ മലയാളികൾക്ക് ഉള്ളതാണ് അപ്പുറത്ത് എന്താ നടക്കണേന്നൊരു എക്സൈറ്റ്മെന്റ്. അത് ഉറപ്പായിട്ടുണ്ടല്ലോ. ഇവിടുത്തെ കറണ്ട് പോയി കഴിഞ്ഞാൽ ആദ്യം അവിടെ കറണ്ട് പോയോ, കറണ്ട് അവിടെയും കറണ്ട് പോയി ഇല്ലേ. അത് നമ്മള് ഗ്രാജുവലി നമുക്ക് ഉള്ളതാണ്. അത് മാറ്റിയെടുക്കാൻ ജീവിതത്തിൽ സാധിക്കില്ല. അത് അങ്ങനെയാണ്. അപ്പൊ ഈ പറഞ്ഞ ഇതൊക്കെ സാഹിത്യത്തിലും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. നല്ല കഥാപാത്രങ്ങളും ചീത്ത കഥാപാത്രങ്ങളും മദ്യപിക്കുന്നവരും ഇങ്ങനെയൊക്കെ സാഹിത്യം എത്രയോ സിനിമകൾ പ്രചോദനമായിട്ട്. നമ്മുടെ സൂപ്പർ ജെമിനി തന്നെ ഈ പടത്തെ കുറിച്ച് ഞാൻ പറയാം. ഒരു പുതിയ ഡയറക്ടർ, പുതിയ പ്രൊഡ്യൂസർ, അവരുടെയൊക്കെ ആഗ്രഹം കൊണ്ടൊരു പടം എടുത്ത് വരുന്നതാണ്. ഒരു ചെറിയൊരു പടമാണത്. ഇത് ഭയങ്കരമായിട്ട് സ്റ്റാറൊക്കെ അങ്ങ് നിറഞ്ഞ് തിങ്ങി നിൽക്കുന്ന ഒരു പടമൊന്നുമല്ല. സാധാരണ നാട്ടുപ്രദേശത്ത് നടക്കുന്ന കുറച്ചൊരു പെൺകുട്ടിയുടെ കഥയാണ് ഈ പടം. പക്ഷെ ഞാൻ പറയണത് എന്താ വെച്ചാൽ, ഇത് ആഗ്രഹം കൊണ്ട് ഓരോരുത്തർ പടങ്ങൾ എടുത്തു വരുമ്പോൾ അത് നമ്മൾ എങ്ങനെയെങ്കിലും അത് നല്ല രീതിയിൽ വന്ന് അത് സംസാരിച്ച് അത് വിജയിപ്പിച്ച് പ്രേക്ഷകരൊക്കെ കണ്ട് അവരെ നല്ല രീതിയിലൊരു പടം അടുത്ത് ചെയ്യാനുള്ള, കാരണം കഷ്ടപ്പെട്ടിട്ടായിരിക്കും ആ പ്രൊഡ്യൂസറാണെങ്കിലും സാമ്പത്തികം ഇറക്കി ഈ പടം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒന്നും കണ്ടിട്ടല്ല. ഇത് ലാലേട്ടനോ മമ്മൂക്കി ഒന്നും ചെയ്യുന്ന പടമല്ലല്ലോ. അവരുടെ ഒരു ഇതിന് വേണ്ടി അവർ അതുപോലെ എഫേർട്ട് എടുത്തിട്ടായിരിക്കും ഈ പടം ചെയ്തിട്ടുണ്ടാവുക. ഇതിനകത്ത് ഞാൻ പറഞ്ഞേ, ഈ പടം ഇപ്പോൾ ഞാൻ വീണ്ടും പറയാം, ഈ പടം ഒരു കൊച്ചു പടമാണെങ്കിലും മീനാക്ഷി എല്ലാവർക്കും അറിയാവുന്ന കുട്ടിയാണ്. ആ കുട്ടിയാണെങ്കിൽ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, നല്ല പാട്ടുണ്ട്. ഞങ്ങൾക്കൊക്കെ തന്നിരിക്കുന്ന ക്യാരക്ടർ ഒരു സ്പേസ് എന്ന് പറയുകയാണെങ്കിൽ അതുപോലത്തെ ക്യാരക്ടേഴ്സാണ് ഞങ്ങൾക്കൊക്കെ തന്നേക്കണത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞ വളർന്നു വരുന്ന ഡയറക്ടറാണെങ്കിലും പ്രൊഡ്യൂസേഴ്സിനാണെങ്കിലും നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്തവരെ മുന്നോട്ട് കൊണ്ടുവരാന്നല്ലേ ഉള്ളൂ. സിനിമ എന്ന് പറഞ്ഞാൽ സിനിമയിൽ ഒരുപാട് വർത്തമാനം പറഞ്ഞു, സിനിമ അതാണ് ഇതാണ്. സിനിമയിൽ ഒരു കുഴപ്പമില്ല. എല്ലാവരും ചെയ്യുന്ന ജോലി സ്ഥലം പോലെ തന്നെയാണ് സിനിമ. പക്ഷെ അത് നമ്മൾ എടുക്കുന്ന റൂട്ടാണ് ശരിയാവേണ്ടത്. ഇപ്പം ഞാനൊരു അഭിനയിക്കാൻ പോകുന്ന ആളാണ്. ഞാൻ 10-25 വർഷം കഴിഞ്ഞ ആളാണ് ഞാൻ ഈ ഫീൽഡില്. എനിക്ക് 30 അങ്ങനെ പറയല്ലേ, അങ്ങനെ പറയല്ലേ, അതെന്തറിയോ വന്നതാണ്. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് ഓക്കെ 30 ആയിക്കോട്ടെ. ഇനി എന്തായാലും 30 അല്ല, ഇനിയിപ്പോ 30 കൂടാൻ ചാൻസ് ഇല്ല. എന്റെ ഏജ് ഇങ്ങനെ കൂട്ടാനുള്ള പരിപാടിയാണ്. അതിലൂടെ എനിക്ക് താല്പര്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് വേറെ കാര്യമുണ്ട്. എന്നെ അന്ന് കാണാൻ തുടങ്ങിയതാണ്. വധു ഡോക്ടറാണ് തൊട്ടൊക്കെ ഉണ്ട്, പടത്തിലൊക്കെ ഉണ്ട്. പിന്നെ എത്ര വർഷമായി ഞാൻ വന്നിട്ട്, ഞാൻ പിന്നെ അന്ന് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നിന്ന് പോണു അല്ലേ. ഇപ്പൊ ഞാൻ പറഞ്ഞ എന്താ വെച്ചാ, സിനിമയില് വരുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമില്ലാത്തൊരു ജോലി സ്ഥലമാണ് സിനിമ. എല്ലാരും പറയൂ സിനിമയിൽ പോയി എന്താണ് ഉദ്ദേശിക്കുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് പറ്റാത്ത ജോലിയാണ് നമ്മൾ ഇട്ടിട്ട് പോയിക്കോളാന്ന് ഞാൻ പറയണത്. എന്തിനതിൽ തൂങ്ങി നിൽക്കണ്. എനിക്ക് ഒരു സ്ഥലത്ത് ചെന്നു, എനിക്ക് പറ്റില്ല. ഞാൻ ഒരു ഇംഗ്ലീഷ് അധികം ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ അറിയുന്ന ആളല്ല ഞാൻ അങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ട് എന്റെ ജോലിക്ക് കിട്ടിയപ്പോൾ എന്റെ പൊന്നു സുഹൃത്തെ എന്നെ കൊണ്ട് പറ്റൂല, ഞാൻ പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇറങ്ങിപ്പോകും. സിനിമ ഫീൽഡിലാണെങ്കിലും ഇതൊന്നും ഇവിടെ നിന്ന് ഒരു നിർബന്ധമുള്ള കാര്യങ്ങളേ അല്ല. പറ്റില്ല വേണ്ട, നമ്മൾക്ക് കഴിവുണ്ടോ, എനിക്ക് വെച്ച ക്യാരക്ടറാണ് ആ സാധനം എനിക്ക് കിട്ടിയിരിക്കുന്നത് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുപോലെ അങ്ങ് പോവും. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഈ പടത്തിൽ തന്നെ എങ്ങനെയൊക്കെയോ പറയുന്നത് എന്നെ വിളിച്ചു, ഞാൻ പോയി അഭിനയിച്ചു. അതിനകത്ത് അഭിനയിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ചെയ്തു. പാട്ട്, ഫുഡുണ്ട്. ആ പാട്ട് നല്ല പാട്ടാണ്. നമ്മളാ ഇതിലെടുത്തില്ലേ ആ പാട്ടൊക്കെ നല്ല പാട്ടാണ്. ഒക്കെ ചെയ്തിങ്ങനെ പോവുക. അല്ലാണ്ട് ഇത് സിനിമ ഫീൽഡാണ് അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നതോട് സത്യം പറഞ്ഞാൽ എനിക്ക് വെറുപ്പേ ഉള്ളൂ. ഇതുപോലെ ഈ പലരും സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തോ ധാരാളത്തിന്റെ ഒരു ലോകം എന്നാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 80% ആൾക്കാരും ഇതിനകത്ത് സാധുക്കളാണ്. ചിലപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്ത, അതായത് എനിക്ക് കണ്ണു പറഞ്ഞു പോയിട്ടുണ്ട് പലരുടെയും അവസ്ഥ. അതായത് നമ്മളെയൊക്കെ ഒരുപാട് വർഷം എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് ഇപ്പോൾ ഏജ്ഡായി അങ്ങനെയുള്ള ഒരുപാട് പേർക്ക് കടമില്ല, നോക്കാൻ ആളില്ല. ഇപ്പം അമ്മയിൽ നിന്ന് കിട്ടുന്ന പെൻഷൻ കൊണ്ട് ജീവിക്കുന്നു, മരുന്ന് വാങ്ങാനുള്ള ഇൻഷുറൻസ് കൊണ്ട് ജീവിക്കുന്നു. അങ്ങനെ ഒരുപാട്. ഇപ്പം ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്നെയും അല്ലെങ്കിൽ പ്രിയൊക്കെ കണ്ടിട്ടുണ്ട് ആൾക്കാർ. ഓക്കെ, ഇതിനകത്ത് പ്രവർത്തിക്കുന്ന അനേകരുണ്ട് വേറെ പ്രൊഡക്ഷനിലായാലും യൂണിറ്റിൽ ഇങ്ങനെയുള്ള. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ എന്ത് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവരാണ്. ശരിക്കും ഒരു സിനിമയൊക്കെ അനാവശ്യമായിട്ട് പറയുമ്പോൾ എത്ര കുടുംബങ്ങളെയാണ് ഇത് എഫക്റ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കുക. അല്ലാതെ ഇതിനകത്തൊരു 20% ഒക്കെ ഉള്ള ആൾക്കാരെ ഉള്ളൂ സേഫ് സോണിൽ വന്നു കഴിഞ്ഞാൽ വീട് കഷ്ടത്തിലാകുന്ന ഒരുപാട് പ്രവർത്തകർ പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ്, ഒരു വ്യവസായമാണ്. ഇപ്പോൾ ഒരു ഫാക്ടറി പൂട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ എത്ര ആൾക്കാരുടെ കുടുംബമായോ പട്ടിണിയിലാണ്. കുറെ അമ്മ ക്യാരക്ടറും ഒക്കെ ചെയ്തിരുന്ന അമ്മമാരെ കണ്ടിട്ട് കൈ പലർക്കും വീട് വെച്ച് കൊടുത്താൽ അവരൊക്കെ അങ്ങനെ കഷ്ടത്തിലായിരുന്നു നമ്മൾ അമ്മേന്ന് കൈനീട്ടം കിട്ടുന്നത് 5000 രൂപയാണ് ഒന്നാം തീയതി കൈനീട്ടം കിട്ടുന്നത്. ആ പൈസ നോക്കിയിരിക്കുന്ന ഒരുപാട് മരുന്ന് വാങ്ങാൻ അവരുടെ ചെലവ്. മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട്, ആശുപത്രി പോയി കഴിഞ്ഞാൽ 5 പൈസ കൊടുക്കാതെ കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ. എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ, ഞാൻ ഉള്ളത് പറയാം. ഇങ്ങനെയുള്ള അഭിനയിക്കാതിരിക്കുന്നവരെയൊക്കെ
ഒരു ഫ്ലാറ്റ് പോലെ എന്തെങ്കിലും എടുത്ത് ഇവരെയൊക്കെ അവിടെ അക്കോമഡേറ്റ് ചെയ്ത് വർക്കുകൾ കൊടുത്ത് അവരെ അവന്താ വെച്ചാൽ നമ്മുടെ മനസ്സാണ് നമ്മുടെ ആരോഗ്യം നോക്കുന്നതെന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. എനിക്കൊരു പനി പോലെ തോന്നിയാൽ നമ്മളെ മുടി പൊതിച്ച് കിടന്ന് നമ്മളോട് കിടക്കും. പനിയെ വെല്ലുവിളിക്കണം നമ്മൾ. എന്നാ വാടാന്ന് പറഞ്ഞാൽ വെല്ലുവിളിച്ച് നോക്കിയേ, പനി അപ്പളേ പോയിട്ടുണ്ടാവും. ഇത് നമ്മളുള്ള സമയം ചുരുളാൻ നിന്ന് കഴിഞ്ഞാൽ 3 ദിവസം 4 ദിവസം അവിടെ കിടക്കണം. ഇതേപോലെ തന്നെയാണ് ഈ പാവപ്പെട്ട ഈ അമ്മമാരായിട്ട് അഭിനയിച്ച ആൾക്കാരുടെയൊക്കെ മനസ്ഥിതി. അവർക്ക് ഇപ്പോഴും അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ആരും വിളിക്കുന്നില്ലല്ലോ. അപ്പോൾ അവരെന്ത് ചെയ്യും? ഒതുങ്ങുമ്പോൾ എന്താ ഇങ്ങനെ ഇരുന്നിരുന്ന് പല അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും ഒരു അനക്കവും ഇല്ലാതെ പോകും അങ്ങോട്ട് നടക്കാൻ. ഇതിപ്പോൾ സിനിമ നമുക്ക് അവിടെ പോകണം ഇവിടെ പോകണം, നമ്മൾ എപ്പോഴും ആക്റ്റീവ് ആവും. ഇത് ഇവർ ആക്റ്റീവ് ആവാതെ അകത്തിരിക്കുകയല്ലേ. എനിക്ക് ഭയങ്കര വിഷമമാണ്. ഞാൻ പറയും, എനിക്ക് അതിന് മാത്രം സമ്പാദ്യം എൻ്റെ തീർച്ചയായിട്ടും എല്ലാവരും വെച്ച് തന്നെ അവരെല്ലാവരും ഉൾപ്പെടുത്തി സിനിമ എടുക്കും. പക്ഷെ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ പറയുമ്പോഴും എപ്പോഴും ആൾക്കാര് ഇപ്പൊ സിനിമാ ലോകത്താണെങ്കിൽ എന്ത് നെഗറ്റീവ് ആണ്. ഇപ്പൊ ഈ അടുത്ത് വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വസ്ത്രധാരണനെ പറ്റിയിട്ടാണെങ്കിലും ആ നെഗറ്റീവ് മാത്രമാണ് ആൾക്കാർ പൊക്കി പിടിച്ചു വരുന്നത്. ഇതേപോലെ ഇത്രയും നല്ല കാര്യങ്ങൾ നടക്കണമെന്നും ആരും പറയുന്നില്ല. അപ്പൊ അത് ശരിക്കും ഈ ഇപ്പൊ പബ്ലിക് ആണെങ്കിലും അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാരുടെ മനോഭാവം കൊണ്ടാണെന്ന് തോന്നിയിട്ടുണ്ടോ ഇങ്ങനെ ഒരു നെഗറ്റീവ് മാത്രം പിക്ക് ചെയ്യണത്? കുറെയൊക്കെ ഞാൻ പറയട്ടെ, കുറെയൊക്കെ നമ്മള് അതൊക്കെ ഓരോരുത്തരുടെ വഴിയാണ്. ഞാൻ തെരഞ്ഞെടുത്ത വഴിയിൽ ഞാൻ പോകും, അവർ തെരഞ്ഞെടുത്ത വഴിയിലോ പോകും. അതിനി എത്ര നല്ലത് ചെയ്താലും നെഗറ്റീവ് കമന്റ്സ് ആയിരിക്കും അല്ലേ. ഇപ്പൊ ഞാനിപ്പോ ഒരുപാട് നല്ല കാര്യം ചെയ്താൽ എനിക്ക് നെഗറ്റീവ് കമന്റ്സ് വരും, തീർച്ചയാണ് അത്. അപ്പൊ അത് നമ്മൾ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ ഇതിനെ ഇറങ്ങരുത്. അതുകൊണ്ടൊരു വീടിന്റെ പാലുകാച്ചിനെ വന്നപ്പോഴത്തെ തന്നെ വീടെന്ന് ചോദിച്ചോ പറഞ്ഞ പോലെ ഉള്ളൂ. വീടൊക്കെ പോകണം, പക്ഷെ ഒന്ന് പൊളിക്കണമെങ്കിൽ പണിയാണ്. അല്ല അപ്പൊ അങ്ങനെയും പറയുന്ന ആൾക്കാരില്ലേ. എന്തെങ്കിലും നെഗറ്റീവ് മാത്രം എന്ത് ചെയ്യാൻ പറ്റും? പോസിറ്റീവ് കാണുന്ന ആൾക്കാരുണ്ട്, എന്തെങ്കിലും നെഗറ്റീവ് അനുഭവം അങ്ങനെ പോകാനുള്ള പോകും എന്ന് വിചാരിക്കണം. ഞാൻ പറയാം, എനിക്കിപ്പോ പോണ വഴി കൂടെ ഒരു തടസ്സമില്ല, ഞാൻ മുന്നോട്ട് പോകും. ആരും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു പ്രശ്നമല്ല. നമ്മൾ അതിന് റിയാക്ട് ചെയ്യാൻ പോകുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത് അല്ലേ. എന്ന് വെച്ച് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് അതിനുള്ള വേണ്ടി നമ്മൾ നോക്കുക.